സിമി ആമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? തൊട്ടടുത്ത് സഫാരി മോൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളിലൊന്നും തന്നെ ഇപ്പം ഞാൻ അങ്ങനെ പോകാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നെസ്റ്റോയിലേക്കൊന്ന് പോയി. ഇപ്പം എല്ലായിടത്തും ഒരുപാട് ഓഫറുകളല്ലേ, അപ്പം വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. ഈ നെസ്റ്റോ സഫാരി ഇവിടേക്ക് പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാനും മാത്രം ഒരു വാവ് ഫാക്ടറൊന്നും എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറില്ല. കാരണം ഇവിടെ ഉള്ളവർക്കും അല്ല നാട്ടിലുള്ളവർക്കും ഒക്കെ അറിയാം എന്താണ് ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തവണയും എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് കുറച്ച് നേരം സംസാരിക്കാമെന്ന്. നെസ്റ്റോയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ പണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ നെസ്റ്റോയിൽ വരുന്നതും മറ്റുമൊക്കെയാണ്. യു എയിൽ വന്ന സമയത്ത് ആദ്യമായി ജോലി കിട്ടിയ സ്കൂളിലെ സുഹൃത്തുക്കളെ പറ്റിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആ സമയത്ത് സഫാരിയോ ലുലുവോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഏരിയയിലുള്ള ഒരു ഇതുപോലെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെസ്റ്റോ ആയിരുന്നു. അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും താമസിച്ചിരുന്നത് മൈസലൂൺ, ബുത്തീന ആ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു കേട്ടോ. യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് മാറുന്നത്, അത് ഏതാണ്ട് ഒരേ സമയത്ത്. അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂള് മുവേലയിലായതുകൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനോ അല്ലെങ്കിൽ വന്നൊന്ന് ചില്ല് ചെയ്ത് പോകാനോ ഒക്കെ ഉള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഈ നെസ്റ്റോ. സ്കൂളും ഈ നെസ്റ്റോയും അടുത്തടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ടാക്സിയിൽ വരും. അങ്ങനെയൊക്കെ എളുപ്പമായിരുന്നു ഞങ്ങൾക്ക്. അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് വന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. ഈ വരവിൽ നെസ്റ്റോയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അതിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയ പേര് ഫർസാനയുടെ പേരായിരുന്നു. കാരണം ഞങ്ങളായിരുന്നു കൂടുതലും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. അങ്ങനെ ഇത്തവണ വന്നപ്പോൾ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ 10, 11 അങ്ങനത്തെയൊക്കെ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് കണ്ടത്. എന്തായാലും ആകെ മൊത്തം ഞാൻ ചുറ്റി നടന്ന് കണ്ടു. വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ നല്ല റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ഓഫറുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, സഫാരിയിലും എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. നാട്ടിൽ പോകുന്നതിനുള്ള ടിക്കറ്റ് റേറ്റ് എപ്പോഴും ഒരു പ്രശ്നമായി മാറാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നാട്ടിൽ പോകാതെ ടിക്കറ്റ് റേറ്റൊക്കെ ഒന്നുകൂടി കുറഞ്ഞിട്ട് പോകാം എന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ടാവും. വളരെ കുറച്ച് നാളത്തേക്ക് പോയി വരാം എന്ന് കരുതുന്നവർ, അവർക്ക് ഈ ഓഫറുകളൊക്കെ വളരെ ഉപകാരം ചെയ്യും. പഴയ നെസ്റ്റോയും ഇപ്പോഴത്തെ നെസ്റ്റോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ അതിനുള്ളിൽ വേറെ ചില കടകളൊക്കെ 1-2 മാറിയും മറിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു സമയത്ത് മിക്കവാറും ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് തന്നെയാണ് എടുത്തിരുന്നത്. അത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമൊന്നും അല്ല, എന്നാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറേ നാളത്തേക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിരുന്നത്. റേറ്റും അഫോർഡബിൾ ആയിരുന്നു. ഇത്തവണയും ഡ്രസ്സിൻ്റെ ഏരിയയിൽ നല്ല ഓഫറുകളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ താഴെ വന്ന് മലക്കറിയൊക്കെ വാങ്ങാൻ സമയത്ത് എനിക്ക് കുറച്ചുകൂടി, ഞാൻ എപ്പോഴും വാങ്ങുന്നിടത്തേക്കാളും കുറച്ചുകൂടി റേറ്റ് ഉള്ളതാ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇന്ന് ഞാൻ പോകുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിൽ ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുമ്പേ. എനിക്ക് കുറച്ച് കുക്കിംഗ് പോട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കാരണം ബഡ്ജറ്റൊക്കെ ഒന്ന് ചുരുക്കി ജീവിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് ചിലവുകൾ വേറെ ഉള്ളത് കൊണ്ടാണ് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊന്ന് ഒഴിവാക്കാമെന്ന് കരുതിയത്. ഇപ്പോൾ ഉപയോഗിക്കാൻ എന്തായാലും അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഈ വീഡിയോയിൽ അധികമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ചില ഓർമ്മകൾ വന്നു, അതുകൊണ്ട് ഒന്ന് വീഡിയോ എടുക്കാം, ഒന്ന് സംസാരിക്കാം എന്നൊക്കെ തോന്നി. അങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം. എന്തായാലും കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വന്നു. അവരിൽ പലരും ഇവിടെയുണ്ട്, പലരെയും ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ ചിലരൊക്കെ നാട്ടിൽ പോയി, എന്നാലും കോണ്ടാക്റ്റ് ഉണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്ക് ബായ്.